ഹായ്, നമസ്കാരം. നമ്മുടെ നാട്ടിലെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത ഒട്ടും സുഖകരമല്ല, ഒട്ടും രസമുള്ളതല്ല. നമ്മുടെ മക്കള് വലിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയാണ്. ചോര കണ്ട് അറപ്പ് മാറിയ പ്രവൃത്തികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗൂഢാലോചന നടത്തി വളരെ ആസൂത്രിതമായി അവർ അത് നടപ്പിലാക്കുകയാണ്. നടപ്പിലാക്കുന്നവരുടെ പ്രായമാണ് നാം നോക്കേണ്ടത്. 10ഉം 16ഉം വയസ്സുള്ള മക്കള്. എന്തിയെ അവരിതിന് പ്രേരിപ്പിച്ച ഘടകം എന്താണ് അവരിതിന് ചെയ്യാനുള്ള കാരണമെന്നൊക്കെ നാം വിശദമായി പഠിച്ച് അതിന് പരിഹാരം നിർബന്ധമായും കാണേണ്ടതുണ്ട്. കാരണം നമ്മുടെ മക്കള് നാളെ ആരുടെ മക്കളാണെങ്കിലും എല്ലാം നമ്മുടെ മക്കള് നാളെ ഒരു പ്രശ്നത്തിലും പോകാതിരിക്കാൻ വേണ്ടി അവരെ നമ്മുടെ ഭാവി രാജ്യത്തിൻ്റെ അസറ്റായ യുവത്വം കൗമാരക്കാർ അവരൊന്ന് വഴിതെറ്റാതിരിക്കാൻ വേണ്ടി എല്ലാവിധ മാർഗങ്ങളും നാം അവലംബിക്കേണ്ടതുണ്ട്. മാത്രമല്ല, അവരുടെയൊക്കെ സംരക്ഷണം നാം ഉറപ്പുവരുത്തേണ്ടതുമുണ്ട്. നാട്ടിൽ സമാധാനമായിട്ട് എല്ലാവർക്കും ജീവിക്കാൻ പറ്റണ്ടേ? കാരണം കൂടെയുള്ളവനോട് അവൻ ഏത് തരക്കാരനാണെന്ന് എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം ഇപ്പോൾ പറയുന്ന ഡ്രഗ്സ് ഒക്കെ ആണെങ്കിൽ MDMA ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അവനോട് സംസാരിക്കുമ്പോൾ അവനക്ക് ഇഷ്ടപ്പെടാത്ത ചിലപ്പോൾ നമ്മൾ പറഞ്ഞു എന്ന് വെക്കുകയാണെങ്കിൽ അവൻ നമ്മളെ എന്തെങ്കിലും ചെയ്താലോ? ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയല്ലേ? ആരോടും സംസാരിക്കാൻ പേടിയുള്ളൊരു കാലഘട്ടത്തിലേക്കാണ് നാം ആരോടും വഴക്കിടാൻ പറ്റാത്ത കാലഘട്ടം, ആരോടും സംസാരിക്കാൻ പറ്റാത്ത കാലഘട്ടം. അപ്പോൾ ഇതിനൊക്കെ തീർച്ചയായും ഒരു അറുതി വരുത്തേണ്ടതുണ്ട്. പിന്നെ വീട്ടിലൊക്കെ രക്ഷിതാക്കൾ മാക്സിമം ശ്രമിക്കുക. കാരണം മക്കളെ പേടിച്ച് കഴിയുന്ന മാതാപിതാക്കളുള്ള കാലഘട്ടത്തിലാണ് നാം നിലകൊള്ളുന്നത്. മക്കളെ പേടിക്കുന്ന അധ്യാപകരുള്ള കാലഘട്ടത്തിലാണ് നാം നിലകൊള്ളുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ അവർക്ക് എന്താണ് അവരുടെ ഇതിനെ ഒരു കാരണമെന്ന് കണ്ടെത്തി അത് ഇല്ലായ്മ ചെയ്താൽ മാത്രമേ പഴയ പോലെ മാതാപിതാക്കളെ മാതാപിതാക്കളായി കാണാനും അധ്യാപകരെ അധ്യാപകരായി കാണാനുമുള്ള കഴിവും മനസ്സും അവർക്കുണ്ടാവുകയുള്ളൂ. അപ്പം നമ്മളെ പിഞ്ചു മക്കളെ നാം സംരക്ഷിക്കേണ്ടതുണ്ട്. അതിൻ്റെ ആദ്യപടി വീട്ടിൽ നിന്ന് തുടങ്ങേണ്ടതുണ്ട്. അവരെ വളർത്തുമ്പോൾ നല്ല രീതിയിൽ വളർത്തി വ്യക്തി നന്നാകുക, കുടുംബം നന്നാകുക, സമൂഹം നന്നാകുക എന്ന പോളിസി അവലംബിക്കുക എല്ലാവരും. അങ്ങനെ നമുക്ക് ഓരോരുത്തരും സ്വയം നന്നാകാൻ ശ്രമിക്കുക. കാരണം നമുക്ക് മറ്റുള്ളവരെ നന്നാക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? നമുക്ക് സ്വയം നന്നാവുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരും സ്വയം നന്നാവാൻ ശ്രമിക്കുക. കാരണം എനിക്ക് മറ്റുള്ളവരോട് എത്ര എതിർപ്പുണ്ടെങ്കിലും ഞാൻ അവനെ എത്ര ഉപദേശിച്ചാലും അവൻ നന്നായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്വയം മാറാൻ പറ്റും. അപ്പോൾ എല്ലാവരും സ്വയം മാറുക. അതുവഴി നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കട്ടെ.